നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ആശ്വാസം. ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഇതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാകണം. 3 ദിവസം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ചോദ്യം ചെയ്യലിന് വിധേയനാകണം. ആ കാലയളവിൽ കസ്റ്റഡിയിൽ ഉള്ളതായി കണക്കാക്കണമെന്ന് ഉപാധിയിൽ പറയുന്നു. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്ന് മുൻകൂർ ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. മാത്രമല്ല, വാട്സപ്പ് ചാറ്റുകളിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നെന്ന സൂചനയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗർഭചിത്രവും സമ്മതത്തോടെയായിരുന്നു. ബന്ധം തകരുമ്പോൾ പീഡനക്കേസാക്കുന്നത് ശരിയല്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിവിധ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. മിക്ക ജില്ലകളിലും KSRTC സർവീസ് നടത്തുന്നില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തതോടെ യാത്രക്കാർ വലഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിൽ അടക്കം എത്തിയവർ കുടുങ്ങി. പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും യാത്രക്കാർക്ക് സഹായമായി എത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ കാറുകളും നിരത്തിലുണ്ട്. ഫുഡ് ഡെലിവറി ആപ്പുകൾ ലൈവാണെങ്കിലും ഭക്ഷണവും മറ്റും നൽകാനായി സജീവമായ ഭക്ഷണശാലകളുടെ എണ്ണം കുറവാണ്. കേരളത്തിൽ ദേശീയ പണിമുടക്ക് ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാം സാധാരണ നിലയിലാണ്. നിരത്തിൽ ഓട്ടോ ടാക്സി സർവീസുകളും തടസ്സമില്ലാതെ തുടരുന്നു. അതേസമയം കൊച്ചി നഗരത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്കിനിടെ സ്കൂളിലെത്തിയ അധ്യാപകരെ തടഞ്ഞ് സമരാനുകൂലികൾ. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിലാണ് സംഭവം. സ്കൂളിന്റെ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി ഉപരോധിച്ചു. ഏകദേശം 13ഓളം അധ്യാപകർ ജോലിക്കെത്തിയിരുന്നു. സമരക്കാർ ഇവരെ തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അധ്യാപകർ ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെ അധ്യാപകർക്ക് പിന്തുണയുമായി നാട്ടുകാരും എത്തിയതോടെ പ്രതിഷേധം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. എറണാകുളം കാക്കനാട് സമരക്കാർ ടാക്സി തടഞ്ഞു. സമരാനുകൂലികളും കാർ ഡ്രൈവറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് എത്തിയാണ് കാർ കടത്തിവിട്ടത്. അങ്കമാലിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് സമരാനുകൂലികൾ തടഞ്ഞു. ഇതോടെ ബസ് ഡിപ്പോയിലേക്ക് തന്നെ മാറ്റി. ദേശീയ പണിമുടക്കിനിടെ വയനാട്ടിൽ ചരക്ക് ലോറി തടഞ്ഞു. കൽപ്പറ്റയിലാണ് സംഭവം. വാഹനം തടഞ്ഞത് ചോദ്യം ചെയ്ത ഡ്രൈവറോട് രാത്രി 12 ആയിട്ട് പോയാൽ മതിയെന്നും സമരാനുകൂലികൾ പറഞ്ഞു. പോലീസ് എത്തിയെങ്കിലും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായില്ല. കേരളത്തിൽ പണിമുടക്കിനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ന്യായീകരിച്ച് CITU ജനറൽ സെക്രട്ടറി എളമരം കരീം. ചക്ക മുറിക്കുമ്പോൾ ഒരു കുരുവെങ്കിലും മുറിയുമെന്ന് പറഞ്ഞാണ് കൊച്ചിയിൽ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ എളമരം കരീം പണിമുടക്ക് പ്രതിഷേധങ്ങളെ ന്യായീകരിച്ചത്. ബലപ്രയോഗം പാടില്ലെന്ന് പറഞ്ഞിരുന്നുവെന്ന് എളമരം കരീം വ്യക്തമാക്കി. എല്ലാവരും പണിമുടക്കുമ്പോൾ ചില കരിങ്കാലികൾ ഉണ്ടാവുമെന്നും ജോലിക്കെത്തിയവരെ പരിഹസിച്ച് കരീം പറഞ്ഞു. പണിമുടക്ക് ദിവസം എവിടെയെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടോ എന്ന് മാത്രമാണ് ചില ആളുകൾ അന്വേഷിച്ച് നടക്കുന്നത്. കൊടുവാളുകൊണ്ട് വെട്ടി ഒരു ചക്ക മുറിക്കുമ്പോൾ അതിൽ ഒരു കുരുവിനെങ്കിലും പരിക്ക് പറ്റില്ലേ? കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്നതാണോ? അതുപോലെ ഒരു മഹാസമ്മേളനം നടക്കുമ്പോൾ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് യാത്ര മുടങ്ങുന്നത് കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്നതാണോ? ഇതൊക്കെയാണ് ഒരു സമരത്തെക്കുറിച്ച് പറയാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. തൊഴിലാളി പക്ഷം പറയാൻ തൊഴിലാളികൾ തന്നെ ഒരുമിച്ച് നിൽക്കണമെന്നും എളമരം കരീം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു കുറിപ്പിലെ തിരുത്തൽ പോലും വാർത്തയാണെന്നും പൊതുതത്വത്തെ പോലും പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും കവിയും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K. സച്ചിദാനന്ദൻ. ഇനി ഈ വിഷയത്തിൽ പ്രതികരണമില്ലെന്നും ജൽപ്പനങ്ങൾക്ക് പ്രതികരിച്ച് സമയം കളയാനില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തുടർഭരണം ആശ്വാസ്യമല്ലെന്ന പ്രതികരണത്തിന് പിന്നാലെ പുറത്തിറങ്ങാനിരിക്കുന്ന രചനകളെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുത്തൽ വരുത്തിയതും മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് വീണ്ടും കുറിപ്പുമായി എത്തിയത്. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ സ്ഫോടനം. പോളിംഗ് സ്റ്റേഷന് സമീപം ക്രൂഡ് ബോംബ് പൊട്ടിത്തെറിച്ചു. ഗോപാൽഗഞ്ച് പോളിംഗ് സ്റ്റേഷന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ 13 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനെ തുടർന്ന് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റ് 18 മാസത്തിനു ശേഷമാണ് രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ച സമാപിച്ചു. ഏകദേശം 3 മണിക്കൂർ ചർച്ച നീണ്ടുനിന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് ചർച്ചയിൽ പ്രധാന വിഷയമായത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.